വളരെയധികം ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ് വരുന്നുണ്ട് മലയാളത്തിൽ. അത് പ്രാക്ടിക്കലി എത്തുന്നില്ല. ഇപ്പം നമുക്ക് ഓരോ ഫീമെയിൽസിൻ്റെ അടുത്ത് ചോദിക്കും, ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും ഓരോരുത്തരുടെ അടുത്ത് എത്തുന്ന ഫീമെയിൽ സബ്ജക്ട്സ് വാസ്റ്റാണ്. കുറേ അധികം സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് എന്താ പറയുക, ഒരു പ്രാക്ടിക്കലി പടമായി വരാനുള്ള ഒരു സ്പേസ് ഇപ്പോൾ അങ്ങ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു ലോക റിമയുടെ ഫിലിം. പോകെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളീസ് നമ്മളുടെ ഫീമെയിൽ സെൻട്രിക് ഫിലിംസിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ചെറിയൊരു തുടക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സിനിമകളും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യും, ഞാൻ എന്തായാലും അത് വർക്ക് ചെയ്യും. സോ അത് ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ നമ്മളുടെ പ്രേക്ഷകരും ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും തോന്നും. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായോ? ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, പ്രൊഡക്ഷൻസ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വെരി സോറി ടു അത് കൺവേ ചെയ്യുന്നതിൽ നിങ്ങൾ ആരും അതിനൊരു നെഗറ്റീവായിട്ട് എടുക്കരുത്. ഫീമെയിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കൊരു പേടിയാണ്. അയ്യോ, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഇതെങ്ങനെ അവർക്ക് ബഡ്ജറ്റ് കവർ ചെയ്യാൻ പറ്റും, ഇത് പ്രേക്ഷകർ കാണുമോ, സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയമുണ്ട്. അതൊരു ഫാക്റ്റാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഞാനൊരു എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, 6 സിനിമയുടെ കഥ കേട്ടിട്ടുണ്ട്. എല്ലാം ഫീമെയിൽ സബ്ജക്ട്സ് ആണ്. ഈ ഫീമെയിൽ സബ്ജക്ട്സിന് പ്രൊഡ്യൂസറെ നോക്കുമ്പോൾ എല്ലാവരും പിൻവാങ്ങുന്നതിൻ്റെ ഭയം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളൊരു എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ ഒരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? ഇപ്പോൾ റിമയുടെ ഫിലിം എനിക്കറിയാം അതിൻ്റെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ അത് വലിയൊരു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെ അതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയൊരു 2-3 വർഷത്തിനുള്ളിൽ വളരെയധികം നല്ല നല്ല ഫീമെയിൽ സബ്ജക്ട്സ് വരും. അതിൻ്റെ ഒരു തുടക്കമായിരുന്നു നമ്മളുടെ ജയ എല്ലാം അതിൻ്റെ ഒരു സ്പാർക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ലോക വന്നു, റിമയുടെ ഫിലിം വരുന്നു, അങ്ങനെ ഓരോരോ സിനിമകളായിട്ട് വരണം. അതിനുള്ളൊരു കുറച്ച് പ്രൊഡ്യൂസേഴ്സ് കൂടെ നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഥകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത്ര തന്നെയുള്ളൂ. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സിനിമ ഇറങ്ങുമ്പോൾ 24 വർഷം പറഞ്ഞ വേറൊരു സിനിമ കൂടെ തിയേറ്ററിൽ പാരലി ഉണ്ടാവും. അപ്പോൾ രാവണപ്രഭു കണ്ടിരുന്നു തിയേറ്ററിൽ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ടീമിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് പണ്ട് രാവണപ്രഭു ഞാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ട ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഒരു വളരെ നല്ലൊരു ബാക്കിയെല്ലാം ഒരു വർക്ക് ചെയ്തൊക്കെ വന്ന് കാണുമ്പോൾ ഉള്ളൊരു സാധനം കിട്ടിയിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും പോയി കാണും.